ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കടയിൽ ഉണ്ടാക്കണ അതേപോലത്തെ പൊറോട്ട വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ചിലർ വെറും കുറച്ച് വെള്ളവും കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കും. അതേപോലെയല്ല ഇത് കടയിൽ ഉണ്ടാക്കണ അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതിൽ ഒരു 200 ml പാൽ ഒഴിക്കാം. 200 ml പാലാണ് ഒഴിച്ചത്. നമുക്കിതിൽ ഒരു കോഴിമുട്ട ഒഴിക്കാം. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് കൈ വെച്ച് ഒന്ന് കലക്കി കൊടുക്കാം. പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരട്ടിട്ട് അതുവരെ നമുക്ക് കലക്കി കൊടുക്കാം. നമുക്കിനി ഇതിൽ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ ഈ പരത്തുമ്പോഴൊക്കെ ഇച്ചിരി പൊടിക്ക് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് ഒക്കെ ഇട്ട് കൊടുക്കരുത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലൊരു പിടി മൈദ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കാം. ഇങ്ങനെ ഇതേപോലെ ഒന്ന് കുഴക്കിയല്ല, ഒന്ന് മിക്സാക്കി എടുക്കാം പതുക്കെ. നീ ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനായി. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കണ പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴക്കണേ. കുഴക്കണയിലാണ് നമ്മുടെ പൊറോട്ടയുടെ രസമും അതിൻ്റെ മയം ഒക്കെ വരുന്നത്, സോഫ്റ്റായിട്ടിരിക്കുന്നതൊക്കെ. ഈ ഉതിർന്ന മാവ് ഇച്ചിരി ഉണ്ട്, അതിലൊരിച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിങ്ങെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരുവിധ മാവ് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ ടേബിൾ മേട്ടാണ് കുഴക്കുന്നത്. അതിന് ഞാൻ ആദ്യം ഇതിൽ ലേശം പാം ഓയിൽ പുരട്ടുകയാണ്. ഓയിൽ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് കേട്ടോ. നമുക്കിനി ഈ ടേബിളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇത് നീക്കി വെച്ചിട്ട് ഇവിടെ കുറച്ച് ഓയിൽ പുരട്ടാം. ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാ ഓയിൽ പുരട്ടണം കേട്ടോ. ഇനി നമുക്ക് ഇത് തൂക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് മേലെയും കൂടി ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കാം. ഇപ്പം എല്ലാ ഭാഗത്തും ഓയിലായി. നമുക്കിനി ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞിട്ട്, ഇത് ഞാൻ നനച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അവിടെ കിടക്കും. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇവിടെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ വെച്ചിട്ട് അരമണിക്കൂറായ നമുക്കിതിനി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ടത് ബോളാക്കണം. മാവ് ഇതാ കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. നമുക്കിനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്കിനി ഇത് ഉരുളയിലാക്കി എടുക്കാം. ആദ്യം കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടാം. എന്നിട്ട് നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ വിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി തിരുകുക. അപ്പോൾ ഇത് ബോളായി ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഏറുകളൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ. ഓയിൽ ഇങ്ങനെ
നമുക്ക് ഇച്ചിരി പൊടി വിതറി കൊടുക്കാം. ഇനി അതേപോലെ ആദ്യം മൂടിയതുപോലെ നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. അരമണിക്കൂറും കൂടി ഇരിക്കട്ടെ. ബോളുകളൊക്കെ വെച്ച് അരമണിക്കൂറായി. ഇനി നമുക്കതെടുത്ത് ഓരോന്നായിട്ട് പരത്തി പൊറോട്ടയാക്കി മടക്കിയെടുക്കാം. ഇതുവരെ നമ്മൾ എടുത്തത് പാം ഓയിലാണ്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാം ഓയിലിന് 1/4 കപ്പ് ഡാൽഡയും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാതുമായി ഇനി നമുക്ക് പൊറോട്ട അടിക്കാം. അടിച്ചെടുക്കണവർ അടിച്ചെടുക്കാം. പ്രത്യേക ഒരു രീതിയിലാണ് കൈ വെച്ച് അടിക്കുക. ഞാനുണ്ടാക്കുന്ന വീഡിയോകൾ എല്ലാ വീഡിയോകളും സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ പൊറോട്ട ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു തരികയാണ്. നമ്മളിതിൽ ഒരു ബോൾ വെച്ചിരിക്കുന്നത് 2 പൊറോട്ടയുടേതാണ്. ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇത് 2ആയിട്ട് മുറിക്കണം. ശരിക്കും 2ആയിട്ട് മുറിക്കുക. മുറിച്ചിട്ട് ഒരു കഷ്ണം മാറ്റി വെക്കുക. ഒരു കഷ്ണം നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കുക. ഇത് പുരട്ടി കൊടുത്തിട്ട് ഇതുകൊണ്ടിങ്ങനെ എത്ര വലുപ്പത്തിൽ പരത്താൻ പറ്റുമോ അത്രയ്ക്ക് വലുപ്പത്തിൽ പരത്തുക. പേപ്പർ പോലെ നൈസിൽ പരത്തിയെടുക്കുക. കണ്ടില്ലേ? കടലാസ് പോലെ കനത്തിൽ പരത്തുക. അതിച്ചിരി പരത്തുന്നതിൽ ഇച്ചിരി പൊളിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പരത്തി നീട്ടിയെടുക്കുക. നമുക്കിതിൽ ഇച്ചിരി കൂടി എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ഇല്ലേ? ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. ഇനി അടുത്ത ബോളും കൂടി നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇച്ചിരി കൂടി ഓയിൽ പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ച് പരത്തി മടക്കിയത് ഇവിടെ അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് പരത്തിയിട്ട് ചുടാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട പരത്തി അടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് പരത്തിയിട്ട് നല്ല ചൂടുള്ള ചട്ടിയിലിട്ട് ചുട്ടിഞ്ഞിട്ടെടുക്കാം. നമുക്കൊന്ന് പരത്താം. നമുക്ക് ഇവിടെ ഇച്ചിരി എണ്ണ പരത്താം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിട്ടൊന്ന് പരത്തി കൊടുക്കാം. എടുക്കുമ്പോൾ പരട്ടണേ. നമുക്ക് മറിച്ചിടാം. അങ്ങനെ പൊറോട്ട വെന്ത് നമുക്ക് എടുക്കാം. വേകാൻ അത്ര വലിയ സമയമൊന്നും ഉണ്ടാവില്ല. നല്ല ചൂടുള്ള ചട്ടിയിലിട്ടാ. ഇനി നമുക്ക് പൊറോട്ട അടിച്ചെടുക്കേ. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടോടെ അടിക്കണം. അപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പൊറോട്ടയായി വരിക. ഇനി നമുക്ക് ചൂടാറാപ്പെട്ടിയിൽ വെക്കാം.
ഇനി എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ പൊറോട്ട റെഡിയായേ. 1 കിലോ മാവിൽ ഞങ്ങൾക്ക് 24 പൊറോട്ടയാണ് കിട്ടിയത്. ഇത് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെയ്യും പാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടുന്നതാണ്. അത് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ പൊറോട്ട അടിക്കാൻ വീശി അടിക്കാൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഉരുട്ടിയിട്ട് അതേപോലെ ഉണ്ടാക്കിയാലും മതി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.